കണ്ണൂർ ആലക്കോട് ചെറുപുഴ റൂട്ടിൽ കനത്ത മഴയിൽ വാഹനം തെന്നിമാറി പിക്കപ്പ് ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങൾ കണ്ണൂരിന്റെ മലയോര മേഖലയായ ആലക്കോട്ട് ചെറുപുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ണൂർ ആലക്കോട്ട് ചെറുപുഴ റൂട്ടിൽ അതിനിടയിൽ വെച്ചാണ് ഈ അപകടമുണ്ടാകുന്നത്. കനത്ത മഴയായിരുന്നു, റോഡ് തെന്നിയ അവസ്ഥയിലാണ്. ഇപ്പോഴത്തെ പുതിയ ടാറിംഗ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം നല്ല ഫിനിഷ്ഡ് ടാറിംഗ് ആണ്. ഇപ്പോൾ മഴയത്ത് അപകട സാധ്യത കൂടുതലാണ്. ചിലയിടത്ത് അശാസ്ത്രീയമായി തന്നെ ടാറിംഗ് വളവുകളിൽ ഉൾപ്പെടെ അത്തരത്തിൽ ഉണ്ട് എന്ന പരാതിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ആ വെള്ളത്തിൽ ബ്രേക്ക് കിട്ടാതെ വാഹനം നിയന്ത്രണം വിട്ട് സൈഡിലെ ഓടയിലേക്ക് പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. കണ്ണൂർ ആലക്കോട് ചെറുപുഴ റൂട്ടിലാണ് കനത്ത മഴയിൽ വാഹനം തെന്നി മാറിയ ഈ ദൃശ്യങ്ങൾ വരുന്നത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഇംതിയാസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അക്ഷയ, രതീഷ്, കണ്ണൂർ ആലക്കോട് ചെറുപുഴ റൂട്ടിലാണ് ഈ പിക്കപ്പ് വാഹനം വരുന്നത്. ലോഡുമായിട്ട് വരുന്ന പിക്കപ്പ് വാഹനവുമാണ്. അതായത് ഈ റോഡിലൂടെ വരുന്ന സമയത്ത് ഇത് നേരെ റോഡാണ്, സ്ട്രൈറ്റ് റോഡാണ്. റോഡിലൂടെ വരുന്ന സമയത്ത് നേരിയ തോതിൽ ഒന്ന് ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഈ രീതിയിൽ തെന്നി മാറുകയാണ് വാഹനം. തെന്നി മാറി തൊട്ടപ്പുറത്തുള്ളത് ഓവുചാലാണ്. ആ ഓവുചാലിലേക്ക് ടയർ പതിക്കുന്ന രൂപത്തിലേക്ക് അതിൽ ഓവുചാലിലേക്ക് വീണില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വാഹനം തെന്നി മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് വലിയ സ്പീഡിലൊന്നും വാഹനം വരാത്തത് കൊണ്ടും വേഗതയിലല്ലാത്തത് കൊണ്ടുമാണ് ആ രീതിയിൽ ചെറിയ തോതിൽ അവിടെ തെന്നി മാറി നിന്നത് എന്ന് വേണം പറയാൻ. കനത്ത മഴ കാരണം റോഡിലെല്ലാം സ്കിഡാവുന്ന അതല്ലെങ്കിൽ സ്ലിപ്പാവുന്ന രൂപത്തിലൊക്കെയാണ് റോഡുകളെല്ലാം ഉള്ളത്. നേരിയ തോതിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ പോലും ബ്രേക്ക് ചവിട്ടുമ്പോൾ പോലും ഈ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ആലക്കോട് റൂട്ടിൽ വന്ന പിക്കപ്പ് വാഹനത്തിനും സംഭവിച്ചത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ ഡ്രൈവർക്കോ ആർക്കും ഒന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ആ സമയം കൊണ്ട് തന്നെ അവിടെ ഓടിയെത്തുകയും വാഹനം ആ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഗതാഗതവും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രതീഷ്.